യേശുവിനോടൊപ്പമുള്ള യാത്ര. മാനുഷികമായ ആവശ്യങ്ങളിൽ ദൈവീക കരുതൽ. ധ്യാനത്തിനായുള്ള തിരുവചനം സങ്കീർത്തനം 34-ാം അധ്യായം 10-ാം വാക്യം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല എന്ന് ദൈവം ഈ വചനത്തിലൂടെ വാഗ്ദത്തം ചെയ്യുന്നു. ഭയഭക്തിയോടെ ദൈവത്തിനായി സമയം കണ്ടെത്തി ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തൃപ്തിയുള്ള ജീവിതം നയിക്കാൻ കഴിയുന്നു. എന്നാൽ നാം പലപ്പോഴും ജീവിത തിരക്കുകളുടെ ഇടയിൽ ദൈവത്തെ അന്വേഷിക്കാതെ അനുഗ്രഹത്തെ മാത്രം അന്വേഷിക്കുന്നവരായി തീർന്നു പോകാറുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നു മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവായ യേശു നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളും ദൈവം അറിയുന്നു. അതുകൊണ്ട് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതില്ല. ദൈവത്തെ അന്വേഷിച്ച് നമ്മുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് ഫിലിപ്പിയർ 4-ാം അധ്യായം 19-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും ക്രിസ്തുവിലൂടെ നമുക്ക് പൂർണ്ണമായി തീർത്തു തരും എന്ന് ഈ വചനം നമുക്ക് ഉറപ്പു നൽകുന്നു. സകല നന്മയുടെയും ഉറവിടം ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കായി ദൈവം കരുതുന്നത് ദൈവത്തിന് നമ്മോടുള്ള നിത്യസ്നേഹത്തിൻ്റെ ഉദാഹരണമാണ്. കർത്താവായ യേശുവിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കാം. നമ്മുടെ സകല ആവശ്യങ്ങളിലും നമ്മെ കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ ഭാവിയെ ചൊല്ലി നാം ഭാരപ്പെടേണ്ടതില്ല. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകി സകല നന്മയുടെയും ഉറവിടമായ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ഒരു നന്മയ്ക്കും കുറവില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മയുടെയും ഉറവിടമായ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലെ സകല ആഗ്രഹങ്ങളും അറിയുന്ന സ്വർഗീയ പിതാവേ, സകല നന്മയും കൃപയും അങ്ങിൽ നിന്നും പ്രാപിക്കുവാൻ ഇന്നും ഞങ്ങൾ അങ്ങയോട് തന്നെ അടുത്തു വരുന്നു. ഞങ്ങളുടെ സകല ആവശ്യങ്ങൾക്കായി കരുതുന്ന കൃപയ്ക്കായി നന്ദി. ഇനിയും ഞങ്ങൾക്കായി കരുതുവാൻ അങ്ങ് ശക്തനായിരിക്കയാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.